ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഉത്രാടാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം, ഓണാശംസകൾ. സോ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഓണ സെലിബ്രേഷൻ ഇല്ല എൻ്റെ ഫാമിലിക്ക്, കാരണം ഞങ്ങൾക്ക് പൊലയാണ്. അപ്പോൾ ഞാൻ പക്ഷേ നാട്ടിലിപ്പം 4 വർഷത്തിന് ശേഷമാണ് ഓണത്തിന് വരുന്നത്. അന്നേരം എനിക്ക് ഓണം പൂവിടാനൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഉത്രാടത്തിന്, അതായത് ഇന്ന് ഇളയച്ചൻ്റെ വീട്ടിലും അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിലും, തിരുവോണത്തിന് അമ്മേൻ്റെ ഏട്ടൻ്റെ വീട്ടിലായിരിക്കും. അങ്ങനെയാണ് എൻ്റെ ഓണം ഞാൻ ഇപ്രാവശ്യം സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലിപ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹായ്, നമ്മൾ പൂ മുറിച്ചിടുകയാണ് ഗൈസ്. നീ എന്താണ് ചെയ്യുന്നത് ഗൈസ്? ഞാൻ അച്ഛന് 2 അനിയന്മാരാണ്. അപ്പം ഞങ്ങൾ ആ സൈഡിൽ 6 പിള്ളേരാണ് ടോട്ടലുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മൾ 6 പേരും കൂടി ആദ്യമായിട്ടാണ് ഒരു ഓണം അല്ലെങ്കിൽ ഒരു സെലിബ്രേഷന് ഒരുമിച്ച് കൂടുന്നത്. മിക്കവാറും അവരെല്ലാവരും ഒരുമിച്ച് ഏതെങ്കിലുമൊക്കെ സെലിബ്രേഷൻ ഉണ്ടാവും. ഞാനാണ് എപ്പോഴും പല പല കാരണങ്ങൾ കൊണ്ട് ഇല്ലാണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം എനിക്കും അവരുടെ കൂടെ കൂടാൻ പറ്റി. ഉത്രാടത്തിന് രാവിലെ എണീറ്റ് വരാൻ തന്നെ ഞങ്ങൾക്ക് ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അറിയാലോ, നമ്മളെല്ലാവരും കൂടെ കൂടുമ്പം കുറേ സംസാരിച്ച് പറയാന്ന് വെച്ചാൽ അങ്ങനെ എന്താ പ്രത്യേകിച്ച് പറഞ്ഞതൊന്നുമില്ല, പക്ഷെ അങ്ങനെ ആയിരിക്കുമല്ലോ, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ കുറേ ഇതൊക്കെ പറഞ്ഞ് രാത്രി കിടക്കാനേ ഒരു സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ ആയപ്പോൾ ഞങ്ങളൊക്കെ 8:30 ആയി എണീറ്റ് വരാനായിട്ട്. പിന്നെ വന്നതും പൂ തീർക്കാൻ തുടങ്ങി. എൻ്റെ കസിൻ കണ്ണനാണ് ഇതൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഓൾറെഡി ഞങ്ങൾ ലേറ്റായി. ഇനി വരയ്ക്കും കൂടെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. വരച്ചാൽ പെട്ടെന്ന് ഫില്ല് ചെയ്ത് പോയാൽ മതിയല്ലോ. ആക്ച്വലി സ്പീക്കിംഗ്, ഇപ്പം ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, വീട്ടിലൊക്കെ ഉള്ള ടൈമിൽ എനിക്കിതൊക്കെ ഭയങ്കര സംഭവമാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല. രാവിലെ എണീക്കണം, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അമ്മ ചീത്ത പറയുന്നുണ്ട് പോയിടണു, അങ്ങനെയൊക്കെ ആയിരുന്നു. കാരണം നമ്മൾ മാത്രമാകുമ്പോൾ നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നില്ലല്ലോ. പിന്നെ ഹോസ്റ്റലിലൊക്കെ നിൽക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കിങ്ങനെ അയ്യോ ഓണം, വീട്, റിലേറ്റീവ്സ്, അങ്ങനെയൊക്കെയുള്ളൊരു ഇത് തോന്നി തുടങ്ങിയത്. ഞങ്ങളാണെങ്കിൽ നല്ല ലേറ്റായി, 10 മണിയായി പോയിട്ട് കഴിയാനായിട്ട്. അപ്പം ഇളയമ്മ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പറയുന്നുണ്ട് വാ ഫുഡ് കഴിക്കുകയെന്ന്. ലാസ്റ്റ് ഞങ്ങൾ ഇട്ട് തീർത്ത് 10 മണിയായി ഞങ്ങൾ ചായയൊക്കെ കുടിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പൂവിട്ട് കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കണം. വിശക്കുന്ന സമയം എത്രയായി സമയം 10 മണിയാവാറ്. എന്നിട്ട് വേണം ഇനി കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറാൻ. സോ ഫുഡ് കഴിക്കാൻ പോകാം. നല്ല പഴംപൊരി. എന്തെങ്കിലും പറയാനുണ്ടോ പ്രതികളച്ച? എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനിടും. ഇത് ക്രോപ്പ് ചെയ്തിട്ട് ഞാനിടും. നല്ല അടിപൊളി പുട്ടും ബാജിയും ഉണ്ട്. അതെ. അപ്പൊ ഇതാണ് ഞാൻ റെഡിയായ കോലം. റെഡിയാന്ന് വെച്ചാൽ ഇങ്ങനെ കാര്യമായിട്ട് അങ്ങനെ എനിക്കതും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് പട്ടുപാവാട ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പട്ടുപാവാടയും ബ്ലൗസും ഇട്ടു. പിന്നെ കുപ്പിവളയുടെ കിളിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുപ്പിവള ഇട്ടു, അത്രയേ ഉള്ളൂ. പിന്നെ കാര്യമായിട്ട് അങ്ങനെയൊന്നുമില്ല. ഈ ഹെയർ സ്റ്റൈൽ അമ്മയ്ക്ക് ഇഷ്ടമില്ല, അപ്പോൾ ഞാൻ ഈ ഹെയർ സ്റ്റൈൽ തന്നെ എടുത്തു ഇട്ടു. അമ്മയോടൊക്കെ വീഡിയോ. അപ്പോൾ ഇത്രയൊക്കെയാണ്. അങ്ങനെ കാര്യമായിട്ട് വരായിട്ടൊന്നുമില്ല, പക്ഷെ എല്ലാവരും ഉള്ളത് കൊണ്ട് ഒരു സന്തോഷം, ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ കുറേ കാലം ഇങ്ങനെ കാണുന്നതാണല്ലോ. എല്ലാവരും കൂടെ പൂവൊക്കെ ഇടുമ്പോൾ നല്ലൊരു രസമുണ്ടായിരുന്നു. അപ്പം അത്രയ്ക്ക്. ഇനിയിപ്പം നമുക്ക് നെക്സ്റ്റ് എന്താ പ്ലാൻ എന്ന് നോക്കാം. ഞാനിന്ന് വൈകുന്നേരം എൻ്റെ ആൻറ്റീൻ്റെ അമ്മേൻ്റെ സൈഡിലുള്ളവിടേക്ക് പോകും. പിന്നെ ഞങ്ങൾ കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അപ്പം തന്നെ ഞങ്ങൾ പിന്നെ കുറേ വീഡിയോസും ഫോട്ടോസും റീൽസൊക്കെ എടുക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അപ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ വന്നു, അച്ഛൻ എവിടെയോ പോകണമായിരുന്നു. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നു ഞങ്ങൾക്ക്. അതുകൊണ്ട് കാര്യമായിട്ട് അങ്ങനെ എടുക്കാനൊന്നും പറ്റില്ല. പെട്ടെന്നാണ് എല്ലാം എടുത്ത് തീർത്ത്. പക്ഷെ എന്നാലും അത്യാവശ്യം ഒരു ഡാൻസ് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി. എനിക്കാണെങ്കിൽ ഞാൻ ഇതുവരെ ഇങ്ങനെ ഫാമിലി എന്ന് വെച്ചാൽ എൻ്റെ അമ്മ അച്ഛൻ അങ്ങനെ എടുത്തിട്ടുണ്ടെന്നല്ലാണ്ട്
പുറത്തൊക്കെ ഇങ്ങനെ പോയിട്ട് വ്ളോഗ് എടുക്കാൻ എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ എടുത്തിട്ടില്ല. പക്ഷേ എനിക്കിങ്ങനെ ഇതൊരു മെമ്മറി ആയിട്ട് ഇരിക്കണം. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ 4 വർഷമായി ഞാൻ സെലിബ്രേറ്റ് ചെയ്തിട്ട്. ഇനിയിപ്പം അടുത്ത വർഷമൊക്കെ എവിടെയാണ് എന്തായിരിക്കും എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു മെമ്മറി ആയിട്ട് വയ്ക്കുന്ന ഒരു റെക്കോർഡിങ് ബേസിക്കലി അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷെ ഞാൻ ക്യാമറ ഫയലിക്കും അവർ ഫോബിക്കുമാണ് എൻ്റെ ഫാമിലീസ് എല്ലാവരും. അവർക്ക് ക്യാമറ കണ്ട് അവർ ഓടും. അങ്ങനത്തെ അവസ്ഥയാണ്. എന്ന് വെച്ചാൽ പിള്ളേരല്ല, അല്ലാത്തവർ. പിന്നെ എനിക്ക് ഒരു ചടപ്പ് മടിയാണ് ഇങ്ങനെ, എന്താ പറയുക, എന്നാലും ഞാൻ എടുക്കാണ്ടില്ല. പക്ഷെ എന്നാലും ആ ഒരു ഓപ്പണായിട്ട് ഇങ്ങനെ എന്താ പറയുക ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു, ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ എന്നാലും അവിടെ ഇവിടുന്നതൊക്കെ റെക്കോർഡ് ചെയ്തു. അതാണ് ഈ കാണുന്ന റാൻഡം ആയിട്ടുള്ള ക്ലിപ്പ്. ഇതിപ്പോൾ മേജ് ചെയ്യുന്ന വരുമ്പോൾ ഒന്നും കാണാനും ഇല്ല. അതാണ് അവസ്ഥ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വേറൊരു കസിൻ്റെ വീട്ടിൽ വന്നു. ഇപ്പം രാത്രിയായി. ആക്ച്വലി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കം വന്നു. പിന്നെ അതിന് കുറച്ച് കോൾസൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ എത്തിപ്പള്ളിക്ക് രാത്രിയായി. വൈകുന്നേരം വരണമെന്ന് വിചാരിച്ചതാണ്. അപ്പം ഇന്ന് രാത്രിയും നാളെ പകലും ഒക്കെ ഞാൻ ഇവിടെ ആയിരിക്കും. അപ്പോൾ ഒന്ന് ഞാൻ സെറ്റായി. ഇനിയിപ്പോൾ ഞങ്ങൾ നാളത്തെ സാരി ഓർണമെൻറ്റ്സൊക്കെ എന്താ വേണ്ടതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പം ഞാൻ സാരി ഏകദേശം ഞങ്ങൾ സെലക്ട് ചെയ്തു. ഇനി വേണം എന്തൊക്കെ മാച്ച് ചെയ്യണം എന്ന് നോക്കിയിരിക്കണം. ഇപ്പോൾ ഞങ്ങൾ കാരണം രാവിലെ എണീറ്റ് നമുക്ക് പൂവിടണം, കുളിക്കണം, കഴിക്കണം, റെഡിയാക്കണം, ഭയങ്കര പണിയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴേ എല്ലാം സെറ്റാക്കി വെക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നിനും എന്താ വേണ്ടതെന്നുള്ളത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ രാവിലെ പിന്നെ അത്രയും പണി കുറഞ്ഞല്ലോ. പക്ഷെ എൻ്റെ ഏറ്റവും വലിയ പണി എന്ന് വെച്ചാൽ ഇതെല്ലാം ഇനി നോക്കി ഇങ്ങനെ വലിച്ചു വരക്കി ഇതൊക്കെ ഇനി എടുത്ത് വെക്കണ്ടേ, അതാണ് പ്രശ്നം. പക്ഷെ അഞ്ച് കുട്ടി ഇവിടെ ഉള്ളത് കൊണ്ട് ഇല്ല, ഞാനില്ല. അപ്പം പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം ഇതൊക്കെയാണ് ഇപ്പം ഞങ്ങളുടെ കലാപരിപാടികൾ. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ ഗേൾസ് ആണല്ലോ, അപ്പോൾ അതിൻ്റേതായ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ല, കുറച്ച് ആക്രാന്തം. ഇതിനൊന്നും ടൈപ്പ് ഞാൻ ഇടില്ല. പക്ഷെ എന്നാലും ഇത് കാണുമ്പോൾ നമുക്ക് വാവ് എന്നുള്ളൊരു തോന്നണ ഒരു എനിക്കുണ്ട് കേട്ടോ. അത് മറ്റുള്ളവർക്കുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കതുണ്ടാവും. ഓക്കെ ഓക്കെ. സോ ഗൈസ്, ഇനി ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളിങ്ങനെ കുറേ സംസാരിച്ചിരുന്നിരുന്നിരുന്നിരുന്നിരുന്നിരുന്ന് ഇപ്പോൾ രാത്രി 1 മണിയായി. ഫുഡൊക്കെ കഴിഞ്ഞ് മെല്ലനെ സംസാരിച്ച് ഇതാണ് എൻ്റെ വേറൊരു കസിൻ. ഇവളുടെ വീട്ടിലാണ് ഞാനിപ്പോൾ നിലവിലുള്ളത്. ദേവുസി ഹായ് ഹായ്. അപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ്. നാളത്തെ വിശേഷങ്ങൾ നാളെ കാണിച്ചു തരാം. ഹലോ. അപ്പം ഇത് ഞങ്ങളുടെ തിരുവോണമാണ്. കുട്ടി ഇപ്പോഴും ഉറക്കെണീറ്റിട്ടില്ല. ഇനി നമ്മൾ പൂവിടത്ത് പൂവിടണം. ആക്ച്വലി വെയിലൊക്കെ വന്നു, പക്ഷെ സാരമില്ല. ഈ വീട്ടിൽ ഞാൻ എപ്പോഴും വരണം കൂടണം എന്ന് വിചാരിക്കും. പക്ഷേ എനിക്ക് ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവർ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 2 ഇയേഴ്സായി. പക്ഷെ എപ്പോഴും ഞാൻ ഇവിടെ നാട്ടിൽ വന്നാൽ ഒരു ½ an hour മാക്സിമം ഇരുന്നിട്ട് എപ്പോഴും ഓട്ടമാണ് എൻ്റെ പരിപാടി. ഈ ഓണത്തിനാണ് ഞാൻ വൃത്തിക്കൊന്ന് ഇവിടെ വരുന്നതും ഈവൻ വീട് ഞാൻ മര്യാദയ്ക്ക് കാണുന്നത് പോലും ഇപ്രാവശ്യമാണ്. എന്ത് കഷ്ടമെന്ന് നോക്കല്ലേ, ഓരോരാളിങ്ങനെ നാടൊക്കെ വിട്ട് പോകുമ്പോൾ ഇങ്ങനെ റിലേറ്റീവ്സിനൊക്കെ ഒരു ബന്ധമില്ലാത്ത പോലെ. ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എല്ലാ വെക്കേഷനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി നിൽക്കും. ഓണം അല്ലെങ്കിൽ വിഷു അല്ലെങ്കിൽ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോയി നിൽക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ കോളേജൊക്കെ ആയ പിന്നെ അതിങ്ങനെ കുറഞ്ഞ് വരും. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഈ ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ ഒരു കണക്കിന് നല്ലതാണ്. ലൈക്ക് എല്ലാവരും കൂടെ ഒരുമിച്ചൊക്കെ വരുമല്ലോ. അപ്പം ഞങ്ങൾ പോയിട്ട് കഴിഞ്ഞു. കണ്ടോ, കുറച്ചധികം സമയം എടുത്തു. കാരണം ഒന്നും ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഡിസൈൻ അറിയുണ്ടായിരുന്നില്ല. അപ്പോൾ ഇട്ടിട്ട് ഞങ്ങളൊരു പ്രത്യേക ഒരു ഡിസൈൻ ആക്കിയതാണ്. ഇനി കുളിച്ച് റെഡിയാവണം. ഞങ്ങളുടെ ഫൈനൽ സംഭവം ഇപ്പം മുറ്റത്തിട്ടതാണ്. വേറെ മെയിനായിട്ടുള്ളത് കാണിച്ചു തരാം. ഇതാണ് മെയിൻ. വായോ ഓക്കെ. സോ ഞങ്ങൾ കുളിച്ചു. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ബാക്കിയൊക്കെ റെഡി ആവുള്ളൂ. ഉച്ചയായി, ഇനിയിപ്പോൾ കഴിക്കണമല്ലോ.
അപ്പോൾ ഞങ്ങൾ പാവം ഞങ്ങളുടെ എൻ്റെ ആൻറ്റി അവളുടെ അമ്മ എന്താണ് സദ്യയൊക്കെ ഉണ്ടാക്കി തരണം എന്നൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇന്നലെ രാത്രി ആ നഗ്ന സത്യം ഉമ്മാച്ചി മനസ്സിലാക്കുന്നത് എനിക്ക് സദ്യ ഇഷ്ടമല്ല എന്ന്. ഇഷ്ടമല്ല കിട്ടി കഴിക്കും, പക്ഷെ അങ്ങനെ ഒരു സദ്യനോടുള്ള നോട്ട് എ ഫാൻ ഓഫ് സദ്യ. ഇങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ ഹോസ്റ്റലിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ അയ്യോ സദ്യ കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ആലോചിക്കും. അല്ലാണ്ട് എനിക്കങ്ങനെ സദ്യ മെയിൻലി സാമ്പാറും അവിയലൊന്നും ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ ശരി നെയ്ച്ചോറ് ചിക്കൻ കറി എന്നുള്ളൊരു ഓപ്ഷൻ വന്നപ്പോൾ ഓഫ് കോഴ്സ് ഞങ്ങൾ രണ്ടും അതിലേക്ക് ചാടി. ഇന്നലെ രാത്രിയായിരുന്നു ഉമ്മാഞ്ചി എന്നെ വിളിച്ചപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സദ്യ കാണാൻ ഇഷ്ടമാണ്, ഇങ്ങനെ എല്ലാം വെച്ചിരിക്കണ കാണാൻ നല്ല രസമല്ല, അത് ഇഷ്ടമാണ്. പക്ഷെ കഴിക്കാൻ ഞാൻ അവിയൽ സാമ്പാർ അങ്ങനെ കൂട്ടുകറി അങ്ങനെ കുറച്ച് സാധനം ഇഷ്ടമാണ്. അങ്ങനെ എല്ലാം മൊത്തത്തിലുള്ള സദ്യ ഇഷ്ടമല്ല. അപ്പോൾ നെയ്ച്ചോറ് ചിക്കൻ കറി എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ നെയ്ച്ചോറ് ചിക്കൻ കറി സെറ്റ്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും കഴിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മളെന്താ റെഡി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പം ഫോട്ടോഷൂട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കും. ഇനി ഉച്ചയായി ഓൾറെഡി. ഇനിയിപ്പോൾ 2 മാമന്മാരുടെ വീടുണ്ട്, വേറൊരു തറവാടുണ്ട്, ഇവിടെയൊക്കെ ഇനി പോകണം അല്ലേ. നമ്മളിങ്ങനെ തന്നെയാണ് പോണേ അല്ലല്ലോ, മാച്ചില്ലേ, ചൂടെടുക്കുന്നുണ്ട്. ഓക്കെ, സോ അപ്പം നമ്മൾ അതിന് മുന്നേ ഈ കലാപരിപാടികളൊക്കെ തീർത്ത് വയ്ക്കണം. സോ അത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലും പറയാനുണ്ടോ ചേച്ചിക്ക്? ഫുഡൊക്കെ കഴിഞ്ഞ് റെഡിയായി വരുമ്പോഴേക്കും ഏകദേശം 4-4:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സമയത്താണെങ്കിൽ നല്ല ലൈറ്റിംഗ് ആയിരിക്കില്ല. അപ്പം ഫോട്ടോസൊക്കെ എടുത്ത് കുറേ ഓണായിട്ട് എന്താ പരിപാടി? എന്താ കഴിച്ച? ഓ നോൺ വെജ് സദ്യ. സദ്യയല്ല. ഓക്കെ. പായസം കുടിച്ചോ? കുടിച്ചില്ല. നോട്ടെ പായസം ഫാൻ. സദ്യ ഇഷ്ടല്ല. വ്ളോഗല്ലേ? സദ്യ ഇഷ്ടല്ല. സദ്യയുള്ള അച്ചാർ ഇഷ്ടമാണ്. എന്താണ് പപ്പടം ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് സാധനം മാത്രം ഇഷ്ടമുള്ളൂ, മൊത്തത്തിൽ അത് ഇഷ്ടമല്ല. ഓക്കെ. അല്ല മെയിൻ ആയിട്ട് സാമ്പാറും അവിയലും ഇഷ്ടമല്ല, അതാണല്ലോ ഇതിന്റെ മെയിൻ. അപ്പൊ നോട്ട് എ ഫാൻ ഓഫ് സദ്യ. പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയും എനിക്ക് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ ഞാൻ സദ്യ പ്രിഫർ ചെയ്യൂല. ഓക്കെ, അപ്പം സദ്യ എന്റെ ഫാൻ അല്ല. അല്ല ഇത് കൊള്ളാലോ. ഇതാരാ ഇട്ടത്? ഇത് എന്റെയും എന്റെ ദേവുന്റെയും ഈ വീഡിയോ കരാവിലിതാണ്. അയ്യോ, ഹൽദി സെലിബ്രേഷൻ പോലെയാണ്. ആർക്കും ഹൽദി നടത്തണ്ടെങ്കിൽ വീട്ടിലേക്ക് വരാം. അവിടെ 2 പൂക്കളെന്താ ഇവിടെ? 3, 4, 5. ഓ വാവ്, ഓമൊക്കെ ഉണ്ടല്ലേ. ഇത്രയും വെറൈറ്റി ആയിട്ട് ആരാണ് പൂക്കള്? പിന്നെ എന്തൊക്കെയാണ് പണ്ടത്തെ ഓണത്തിനെ കൊണ്ടുള്ള ഓർമ്മകൾ? പണ്ടത്തെ ഓണം ഓണം ആഘോഷിക്കാറുണ്ടോ? ഓണമാണ്. എന്നാലും എനിക്കിങ്ങനെ എന്താ പറയാ ആൾക്കാരൊക്കെ കാണാനാണ് ഭയങ്കര ഇഷ്ടം. അവരുടെ കൂടെ ഒറ്റയ്ക്ക് അങ്ങനെ പോകുന്നത്. ഫാമിലി ടൈം ആണോ ഇഷ്ടം? ഫാമിലി ടൈം. എന്തെങ്കിലും അയ്യോ എനിത്തിങ് എൽസ്? നത്തിങ്. അത് നിർത്തിക്കൂടെ? ഇതാണ് എൻ്റെ ഇന്റർവ്യൂ. ഇതാണ് ഇന്ത്യയിലെ എൻ്റെ ഇന്നത്തെ തിരുവോണത്തിൻ്റെ കുട്ടി. ഈ കുട്ടിയുടെ കൂടെയാണ് ഞാൻ. അതെ, സാരി കൊടുത്തിട്ട് ആത്മാർത്ഥതല്ലേ ദേവു. സോ ഇതൊക്കെയുള്ളൂ ഗൈസ് ഞങ്ങളുടെ കുട്ടി ഓണം വിശേഷങ്ങൾ. ഈ ഓണ വിശേഷങ്ങൾ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ കൂടിയുള്ള ഓണം? പറഞ്ഞിട്ട് പോയാൽ മതി. അടിപൊളിയായിരുന്നു. സോ ഗുഡ്. സോ അത്രയ്ക്കുള്ള അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ ഓണം വിഷസ്. ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ് അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് ഇത് അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ. ഓക്കെ, ബൈ.